അൾജീരിയക്കെതിരായുള്ള ആദ്യ പോരാട്ടത്തിനിറങ്ങുകയാണ് അർജന്റീന. അർജന്റീനയ്ക്കായി ആരെല്ലാം കളത്തിലിറങ്ങുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഗോൾ കീപ്പറായി എമിലിയാനോയും, പ്രതിരോധത്തിൽ നൗഹേൽ മൊളീനയും, ലിസാൻഡ്രോ മാർട്ടിനസും, ക്യൂട്ടി റൊമേറോയും, മെഡിനയും, മധ്യനിരയിൽ മാക്കലിസ്റ്ററും, ഡിപ്പോളും, എൻസോ ഫെർണാണ്ടസും, മുന്നേറ്റത്തിൽ ലിയോ മെസ്സി, ലൗതാരോ മാർട്ടിനസ്, തിയാഗോ അൽമേഡ എന്നിവരായിരിക്കുമെന്ന് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അർജന്റീൻ മാധ്യമങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടാണ് സ്കലോണിയുടെ പ്ലാൻ ബിയെ കുറിച്ചുള്ള റിപ്പോർട്ട്. അതായത് അൾജീരിയക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായി പലതവണ സ്കലോണി പല ദിവസങ്ങളിൽ ട്രെയിനിങ് സെക്ഷനിൽ പുതിയൊരു ഫോർമേഷൻ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിലെ ഏത് സമയത്തും മത്സരത്തിനനുസരിച്ച് കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തകർപ്പൻ ഫോർമേഷൻ. അതായത് എതിരാളികളെ പഠിച്ച് മനസ്സിലാക്കി മത്സരത്തിൻ്റെ ഏതെങ്കിലും മിനിറ്റുകളിൽ കളിയുടെ ഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3-5-2 എന്ന ഫോർമേഷനാണ് സ്കലോണി ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ അങ്ങനെ ഒരു പ്രയോഗം സ്കലോണി ഉപയോഗിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. മത്സരം തുടങ്ങുമ്പോൾ ഒരിക്കലും സ്കലോണി ആ ഫോർമേഷനിലേക്ക് പോകില്ല. 4-4-2 അല്ലെങ്കിൽ 4-3-3 എന്ന ഫോർമേഷൻ ആയിരിക്കും സ്കലോണി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എതിരാളികളെ പഠിച്ച് മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിലായിരിക്കും സ്കലോണി ഇങ്ങനൊരു ഫോർമേഷനിലേക്ക് പോവുക. 3-5-2 എന്ന ഫോർമേഷനിൽ 3 സെൻറ്റർ ബാക്കുകളായിരിക്കും. നിലവിൽ അർജന്റീനൻ സ്ക്വാഡിൽ ഒരുപാട് സെൻറ്റർ ബാക്കുകളുണ്ട്. അതിൽ സ്കലോണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് ഒട്ടാമെൻഡിയും, ക്രിസ്റ്റ്യാനോ റൊമേറോയും, ലിസാൻഡ്രോ മാർട്ടിനസും. മധ്യനിരയിൽ ഇരുവിങ്ങുകളിൽ ഡിഫൻസും അറ്റാക്കും ഒരുപോലെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള താരങ്ങൾ വേണം. അതും സ്കലോണിയുടെ പക്കലുണ്ട്. ഒന്ന് നിക്കോ ഗോൺസലസ്. സ്കലോണി ആ വിങ്ങിലിട്ട് താരത്തെ ഒരുപാട് നാൾ അവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യം എളുപ്പമാകും. മറ്റൊരാൾ യുവ സൂപ്പർ താരം ഗുലിയാനോ സിമിയോണാണ്. അദ്ദേഹം സ്കലോണിയുടെ എല്ലാ മത്സരത്തിലും അത് തന്നെയാണ് ചെയ്യാറ്. അത് ആരാധകർ കാണാറുമുണ്ട്. മത്സരത്തിലുടനീളം ഫിസിക്കും എനർജിയും നിലനിർത്തുന്ന താരം കൂടിയാണ് ഗുലിയാനോ സിമിയോൺ. പിന്നെ മധ്യനിരയിലെ മറ്റു ത്രീയായി മാക്കലിസ്റ്ററും, എൻസോയും, ഡിപ്പോളും ഉണ്ടാകും. വേണമെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡായിക്കൊണ്ട് എൻസോക്ക് പകരം ലിയാൻഡ്രോ പാരഡിസും വരാം. മുന്നേറ്റത്തിൽ ലിയോ മെസ്സിയും, ലൗതാരോ മാർട്ടിനസോ അല്ലെങ്കിൽ മെസ്സിയും ഹൂലിയൻ അൽവരസോ ആയിരിക്കും. ഇങ്ങനെയൊരു പൊസിഷൻ ചേഞ്ചിങ് സ്കലോണി ഏത് നിമിഷവും ഉപയോഗിക്കാമെന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇനി അർജന്റീൻ മത്സരങ്ങൾക്കു വേണ്ടി ഓരോ ആരാധകരും കാത്തിരിക്കുകയാണ്. ഇത്തവണയും വേൾഡ് കപ്പ് നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഓരോ അർജന്റീൻ ആരാധകരുമുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.